ചെഞ്ചോരപ്പൂവുകൾ എന്ന ഈ ചരിത്രയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർണമായ സ്വാഗതം. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. അഴീക്കോടൻ നീതിബോധത്തിന്റെ രക്തസാക്ഷ്യം. രക്തസാക്ഷ്യം അഴീക്കോടൻ. ഭാഗം 10. 1972 സെപ്റ്റംബർ 23 രാത്രി 9:50 ഒറ്റയ്ക്ക് ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ തൃശൂർ ചെട്ടിയങ്ങാടി തെരുവിൽ വെച്ച് ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ ചേർന്ന് കഠാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഐക്യമുന്നണി ഏകോപന സമിതി കൺവീനറുമായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവന്റെ ജീവിതവും പോരാട്ടങ്ങളും രക്തസാക്ഷിത്വവുമാണ് ഇത്തവണ ചെഞ്ചോര പൂവുകളിൽ. ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ. കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ. 1972 സെപ്റ്റംബർ 21 നവാബ് രാജേന്ദ്രൻ EMSനെ കാണാൻ തിരുവനന്തപുരത്തെത്തി. കരുണാകരന്റെ അഴിമതിയുടെ സ്വയം സംസാരിക്കുന്ന തെളിവായ കത്ത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായിരുന്നു അത്. 22 രാജേന്ദ്രൻ EMSനെ കണ്ടു. കത്ത് നിയമസഭയിൽ ഹാജരാക്കുന്നതിലും നല്ലത് കോടതിക്ക് നൽകുന്നതാണ് എന്ന് EMS പറഞ്ഞു. പിറ്റേന്ന് മടങ്ങിയ രാജേന്ദ്രൻ തൃശൂരിലെത്തുമ്പോൾ നേരം പാതിരാ കഴിഞ്ഞിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ്, എൻ്റെ ജോലി 7:30 മണിക്ക് കഴിയും. 7:30 മണിക്ക് കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിനിൽ വരും. അങ്ങേരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോഴാണ് ചെട്ടിയങ്ങാടിയിൽ ഈ പോസ്റ്റ് ഓഫീസ് റോട്ടിലൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു ആൾക്കൂട്ടവും മുൻപിൽ അഴീക്കോടനും നടന്നു വരുന്നത്. അവിടെ നിന്നൊരു പ്രത്യേക ഈ സംഭവിച്ചതിൻ്റെ ഒരു 10-20 വാര അകലെ വെച്ച് ഇവർ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഇവരോട് അഴീക്കോടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് സഖാവ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കോളർമ പിടിച്ച് നിർത്തി. അവസാനം നടക്കലും നിൽക്കലും അങ്ങനെയായിട്ട് ഇങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആകെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. അഴീക്കോടൻ ഇവർ കുത്തുകയാണ്. കുത്തി കഴിഞ്ഞ ആൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റും പോയി ഇങ്ങനെ പിടിക്കുകയാണ്. കുത്ത് കിട്ടിയതിന് ശേഷം ഈ പോസ്റ്റുമ്മ പിടിച്ച് അങ്ങനെ കൈ ഇങ്ങനെ ഇഴി ഇങ്ങനെ ആളിങ്ങനെ ഇങ്ങോട്ട് വീണ് തൊട്ട് കാനയാണ് ഈ എന്താ പറയുക നിങ്ങൾ കാന. അപ്പോൾ ആ കാനയുടെ സ്ലാബിൻ്റെ മുകളിലേക്ക് ആളിങ്ങനെ മലർന്നടിച്ച് വീഴാണ്. 1972 സെപ്റ്റംബർ 23 എറണാകുളത്തെ പരിപാടി കഴിഞ്ഞ് തൃശൂരിലെത്തിയ അഴീക്കോടൻ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. താമസ സ്ഥലമായ പ്രീമിയർ ലോഡ്ജിലേക്ക് ചെട്ടിയങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു അഴീക്കോടൻ. എല്ലാം വളരെ ആസൂത്രിതമായിരുന്നു. AV ആര്യൻ ഗ്രൂപ്പും CITUവുമായി അക്കാലത്ത് തൃശൂർ പച്ചക്കറി മാർക്കറ്റിൽ പ്രാദേശികമായൊരു തർക്കം നിലനിന്നിരുന്നു. ആ ദിവസം മംഗലം ഡാമിനടുത്ത് ഒരു പൊതുയോഗത്തിൽ AV ആര്യൻ പ്രസംഗത്തിന് പോയിരുന്നു. മംഗലം ഡാമിനടുത്ത് വെച്ച് ആര്യൻ മാരകമായി ആക്രമിക്കപ്പെട്ടുവെന്നും അതിൽ കൊല്ലപ്പെട്ടുവെന്നുമുള്ള വ്യാജ വാർത്ത ചെട്ടിയങ്ങാടിയിലെ ആര്യൻ ഗ്രൂപ്പ് ഓഫീസിൽ പോലീസ് തന്നെ അറിയിച്ചു. അഴീക്കോടനാണ് അതിന് പിന്നിലെന്നും എറണാകുളത്ത് നിന്ന് തൃശൂരിലെത്തുമ്പോൾ അഴീക്കോടനെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അവരെ അറിയിച്ചു. അന്നു രാത്രി 8 മണിക്ക് മുമ്പ് തന്നെ ചെട്ടിയങ്ങാടിയിലെ കടകളെല്ലാം പോലീസ് ബലമായി അടപ്പിച്ചിരുന്നു. തെരുവ് മിക്കവാറും വിജനമായിരുന്നു. ഇടയ്ക്ക് മഴ ചാറുന്നുണ്ടായിരുന്നു. കയ്യിൽ ഒരു കറുത്ത ബാഗുമായി ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്നു അഴീക്കോടൻ. 43 വർഷം മുമ്പ് ഇരുളിൻ്റെ മറവിൽ സഖാവ് അഴീക്കോടൻ രാഘവനെ വകവരുത്തുമ്പോൾ ഇരുട്ടിൻ്റെ ആ ശക്തികൾ ആഗ്രഹിച്ചത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തെ CPIMനെ തകർക്കാമെന്നാണ്. അഴീക്കോടൻ്റെ വധത്തിന് ശേഷം ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജില്ലയിലെ പ്രസ്ഥാനം ഏറ്റവും കരുത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്.
ഈ ജില്ലയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ ശക്തിയായി CPM അതിനുശേഷം ഈ ജില്ലയിൽ വളർന്നു വന്നിട്ടുണ്ട്. അഴീക്കോടൻ്റെ രക്തസാക്ഷ്യത്തിൻ്റെ സ്മരണ പുതിയ തലമുറ വിപ്ലവ പ്രസ്ഥാനത്തിന് കരുത്തേകുന്ന സ്മരണയായി വളർന്നു നിൽക്കുക. 43 വർഷത്തിന് ശേഷം ഇന്നും അഴീക്കോടൻ രാഘവനെ സ്മരിക്കുന്ന രക്തസാക്ഷി സ്മരണാ ദിനത്തിൽ ആ ധീരമായ സ്മരണ പുതിയ തലമുറകളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അഭൂതപൂർവമായ മുന്നേറ്റത്തിൻ്റെ കാഴ്ചയാണ് തൃശ്ശൂർ ജില്ലയിലും കേരളത്തിലും ഉൾപ്പെടെ കാണാൻ കഴിയുന്നത്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മികച്ച കോട്ടയെന്ന് അവകാശപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലത്തെ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവമെടുത്ത് പരിശോധിച്ചാൽ CPIM ആണ് ജില്ലയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ ശക്തി. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 11 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നത്. 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. രാഷ്ട്രീയ എതിരാളികൾ CPIMനെ തകർക്കാൻ ആഗ്രഹിച്ചിരുന്നു. ജീവിച്ചിരുന്ന അഴീക്കോടനേക്കാൾ എത്രയോ കരുത്തനാണ് അഴീക്കോടൻ്റെ പ്രസ്ഥാനം ആ സ്മരണ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി കഴിയും. അഴീക്കോടൻ നടന്ന് ചെട്ടിയങ്ങാടിയിലെ അബ്ദുൾ റഹ്മാന്റെ നേന്ത്രക്കായ കടക്കരികിലെത്തി. അപ്പോൾ നേരം രാത്രി 9:50. ആര്യൻ ഗ്രൂപ്പുകാരായ ഒരു കൂട്ടം രാഷ്ട്രീയ എതിരാളികൾ പെട്ടെന്ന് അഴീക്കോടനെ തടഞ്ഞു. ഒരാൾ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തുന്നതിനിടയിൽ അടുത്തയാൾ നെഞ്ചിൽ കഠാര കുത്തിയിറക്കി. കുത്തേറ്റ് തളർന്ന അഴീക്കോടൻ ഏതാനും ചൂട് മുന്നോട്ട് നടന്നു. തൊട്ടടുത്ത കമ്പിക്കാലിൽ പിടിച്ചുവെങ്കിലും ആ കൈ ഊർന്നിറങ്ങി. നെഞ്ചിൽ നിന്ന് കുത്തിയൊഴുകിയ ചോരയിൽ കുളിച്ച് ഓടയുടെ സ്ലാബിൽ തലയടിച്ച് അഴീക്കോടൻ മറിഞ്ഞു വീണു. ആ രാത്രിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ ദാരുണമായി കൊല്ലപ്പെടുമ്പോൾ നിലവിളിക്ക് മറുവിളി കേൾക്കാൻ ഒരാളുമില്ലാത്ത വിധം നഗരം ശൂന്യമായിരുന്നു. ആദർശദീപ്തമായ ഒരു കാലത്തിന്റെ വെളിച്ചം മുഴുവനും ആ വ്യക്തിത്വത്തിൽ മാത്രമല്ല, ആ രാത്രിയിലെ വരവിൽ പോലുമുണ്ട്. കയ്യിൽ ഒരു പേനാക്കത്തി പോലുമില്ലാതെ ചാറ്റൽ മഴയിൽ ഒരു കറുത്ത ബാഗും തൂക്കി മരണത്തിലേക്കുള്ള നിർഭയമായ ഒരു കടന്നുവരവ്. കരിമ്പൂച്ചകളും അർദ്ധ സൈനിക വ്യൂഹങ്ങളും അകമ്പടി സേവിക്കുന്ന പുതിയകാല രാഷ്ട്രീയ നേതൃത്വങ്ങൾ എവിടെ? അഴീക്കോടൻ രാഘവൻ എന്ന ധീര വിപ്ലവകാരി എവിടെ? ഇത് തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടി. 1972 സെപ്റ്റംബർ 23 രാത്രി 9:50 സഖാവ് അഴീക്കോടൻ രാഘവനെ ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ കുത്തിക്കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് കുത്തേറ്റ് ചലനമില്ലാതെ ഏറെ നേരം കിടന്നത് ഇവിടെയാണ്, ഈ കമ്പിക്കാലിൻ ചുവട്ടിൽ. രാത്രി 9:50 കൊല നടന്ന ഉടനെ സംഭവ സ്ഥലത്ത് തൃശൂർ SP CK നാരായണൻ എത്തിയിരുന്നു. എന്നിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ 12:10 കഴിഞ്ഞിരുന്നു. ചോര വാർന്നിട്ടെങ്കിലും മരണം ഉറപ്പാക്കണമെന്ന് ആരോ ആഗ്രഹിച്ചിരുന്നു. നെഞ്ചിലേറ്റ കുത്തുകൊണ്ടാണ് അഴീക്കോടൻ മരിച്ചത് എന്നാണ് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അഴീക്കോടൻ്റെ മരിച്ചു കിടക്കുന്ന ചിത്രവും അത് ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയബാലൻ എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നത് വലതു ചെവിക്കേറ്റ കുത്താണ് മരണകാരണം എന്നാണ്. നെഞ്ചിലേറ്റ കുത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല. സെപ്റ്റംബർ 24 രാവിലെ പോസ്റ്റ്മോർട്ടം മുറിക്ക് മുന്നിലെത്തിയ സഖാവ് EMS അത്യന്തം ദുഃഖിതനായിരുന്നു. ഞാൻ എന്തു പറയാനാണ് എന്ന് അദ്ദേഹം ഹൃദയം തകർന്നാണ് പ്രതികരിച്ചത്. ഈ കൊലയിൽ കരുണാകരന് പങ്കുണ്ടെന്ന് EMS പ്രഖ്യാപിച്ചു. അഴീക്കോടന്റെ ജീവൻ 2 ദിവസം കൂടി നിലനിന്നിരുന്നെങ്കിൽ K കരുണാകരൻ എന്ന രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ അന്നേ അഴിമതി കേസിൽപ്പെട്ട് ഉടഞ്ഞ വിഗ്രഹമായി തീർന്നേനെ എന്ന് നവാബ് രാജേന്ദ്രൻ മരണം വരെയും വിശ്വസിക്കുകയും ഉറക്കെ പറയുകയും ചെയ്തു. കുത്തേറ്റ് വീണ ഉടനെ അഴീക്കോടൻ ആശുപത്രിയിൽ എത്തിക്കാനല്ല, വീണുകിടന്ന സഖാവിന്റെ ബാഗ് വലിച്ചുവാരി പരിശോധിക്കാനായിരുന്നു പോലീസിന്റെ ധൃതി. സെപ്റ്റംബർ 25 പുലർച്ചെയാണ് അഴീക്കോടന്റെ നിശ്ചേതനമായ ശരീരം 2 മുറികൾ മാത്രമുള്ള പള്ളിക്കുന്നിലെ വാടക വീട്ടിലെത്തിയത്. മൂകയും ബധിരയുമായ മൂത്ത മകൾ ശോഭ മുതൽ 4 മാസം പ്രായമുള്ള സാനു വരെ
സഖാവിന്റെ 5 മക്കളും ഭാര്യ മീനാക്ഷി ടീച്ചറും 90 വയസ്സ് കഴിഞ്ഞ അമ്മയും വാവിട്ട് കരയുന്ന രംഗം ഒരു ജനതയുടെ മുഴുവൻ കരൾ പിളർക്കുകയായിരുന്നു. കാലത്തിന്റെ ചിതലുകൾ തിന്നു തീർത്ത അഴീക്കോടന്റെ പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സഖാക്കൾക്ക് രക്തപുഷ്പങ്ങൾ വാരിക്കൊടുക്കുന്ന അഴീക്കോടന്റെ പഴയ ഒരു ചിത്രം. സ്വദേശാഭിമാനിയുടെ സ്മാരകത്തിന് തൊട്ടടുത്തായി സഖാവ് അഴീക്കോടന്റെയും ചിതയൊരുക്കി. നമ്മുടെ കരുണാകരൻ്റെ തട്ടിൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൻ്റെ രേഖയായിരുന്നു. ആ സംഭവം ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തെ ആയിരിക്കണം എന്നാണ് ഞാൻ ഇന്നും സംശയിക്കുന്നത്. എൻ്റെയും മക്കളുടെയും ജീവിതം തന്നെ ഇല്ലാണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അതെന്ന് ഇന്നും ഞാൻ ഓർക്കും. ഇവരെ സംഭവം 1972 സെപ്റ്റംബർ 23 നമ്മളറിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സഖാക്കൾ അന്ന് രാത്രി മുഴുവനും വീട്ടിന് ചുറ്റും ഉണ്ടായിരുന്നു. അവർ നമ്മളെ കാര്യം അറിയിച്ചില്ല. കാലത്ത് എൻ്റെ ബ്രദറോട് വന്നിട്ടാണ് ആ ഒരു സംഗതി പറഞ്ഞത്. അപ്പോൾ അവൻ തന്നെ ആ കോലായിൽ ഇരുന്നിടത്ത് വീട് പോയി. കേട്ടപ്പം തന്നെ അവിടെ വീട് എന്താ പോലെ ചോദിച്ചപ്പോൾ ചേച്ചി ഇങ്ങനെ രാവട്ടൻ ആസ്പത്രിയിലാണ് പോലുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് പോവാ പോനെ എന്ന് പറഞ്ഞപ്പം എന്നെ എന്ത് ഏറ്റുമുട്ടില്ല. നമുക്ക് രണ്ടുമൊക്കെ പോവാ പോനെ എന്ന് പറഞ്ഞപ്പം അനുവദിച്ചില്ല. അതിനുശേഷം ആണ് ആളുകൾ വീട്ടിൽ വരാൻ തുടങ്ങി. വീട്ടിൽ വരും. അന്ന് ഇങ്ങനെ ഉച്ചയായാണ് ഞാൻ ഈ സംഭവം മനസ്സിലാകുന്നത്. ഇന്നതാണ് സംഭവിച്ചിട്ടില്ലെന്ന്. എൻ്റെ ജീവിതത്തിൽ ഈ 16 കൊല്ലം 6 മാസം ഉണ്ടായിരുന്നവന് ഒരു നിമിഷം നമ്മൾ അതിനോട് ദേഷ്യം പിടിച്ചൊരു കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അഴീക്കോടൻ്റെ മരണത്തിന് ശേഷം 52 ധീരരായ CPIM-ൻ്റെ പ്രവർത്തകരെയാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ അരുങ്കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്, രക്തസാക്ഷികളായിട്ടുള്ളത്. 52 സഖാക്കളെ 972 ശേഷം നഷ്ടപ്പെട്ടപ്പോഴും ഒട്ടും പുറകോട്ട് പോകാതെ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ അഴീക്കോടൻ്റെ സ്മരണ ഉൾപ്പെടെ രക്തസാക്ഷി സ്മരണ ജില്ലയിലെ പ്രസ്ഥാനത്തിൽ ഇന്നും കരുത്ത് പകരുകയാണ്. കേരളത്തിലെങ്ങും ജനരോഷം ആളിക്കത്തി. സെപ്റ്റംബർ 24 കേരളം പൂർണ്ണമായും നിശ്ചലമായി. എല്ലാ വർഷവും സെപ്റ്റംബർ 23 അഴീക്കോടൻ ദിനമായി ആചരിച്ചു വരുന്നു. 43 വർഷം കഴിഞ്ഞിട്ടും ഒരിക്കലും അണയാത്ത ആവേശവുമായി അമർന്നു കത്തും ചിതയിൽ നിന്ന് കൊളുത്തിയ ബന്ധങ്ങൾ, ആയിരമായിരമായി പടർന്ന ബന്ധങ്ങൾ. പള്ളിക്കുന്നിലെ അഴീക്കോടൻ ഹൗസിൽ ഓർമ്മയുടെ നെരിപ്പോട് പോലെ ഇപ്പോഴും മീനാക്ഷി ടീച്ചർ കഴിയുന്നു. മൂത്ത മകൾ ശോഭ അഴീക്കോടന്റെയും ദുഃഖമായിരുന്നു. ശോഭയ്ക്ക് താഴെ ഡോക്ടർ സുധ, മധു, ജ്യോതി, സാനു എന്നിവരാണ് അഴീക്കോടന്റെ മക്കൾ. അച്ഛന്റെ വീരസ്മരണയിൽ അഴീക്കോടന്റെ കമ്മ്യൂണിസ്റ്റ് കുടുംബം അമ്മയ്ക്കൊപ്പം കണ്ണൂരിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഊർജസ്രോതസ്സായി തുടരുന്നു. സഖാവ് EMS പറഞ്ഞു, അഴീക്കോടനുമായി താരതമ്യപ്പെടുത്തുവാൻ നമുക്കൊരു സഖാവുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് സഖാവ് P. കൃഷ്ണപിള്ള. അതെ, അഴിമതിയുടെയും അധികാരത്തിന്റെയും അഹങ്കാര ദുർഗങ്ങൾക്കെതിരെ പാവപ്പെട്ടവർക്കൊപ്പം നിന്ന് പോരാടിയ പാവപ്പെട്ടവരുടെ നേതാവ് സഖാവ് അഴീക്കോടന് മരണമില്ല. പയ്യാമ്പലത്തെ കടൽത്തിരകൾ ഗർജിക്കുന്നു. മറക്കില്ല, മരിച്ചാലും മറക്കില്ല സഖാവ് അഴീക്കോടനെ. ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ. കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണ
പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ.